Shameeskitchen Kitchen. എല്ലാവർക്കും സുഖാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്താണെന്നറിയാമോ? വളരെ ടേസ്റ്റി ആയിട്ടുള്ള എന്നാൽ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാനും പറ്റുന്ന നല്ലൊരു ഫിഷ് ബിരിയാണിയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഫിഷ് ബിരിയാണി നിങ്ങളുടെ വീട്ടിൽ തയ്യാറാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് ശരിയായിട്ടില്ല എന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിലും ഉറപ്പായിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. നിങ്ങൾക്ക് നന്നായിട്ട് സൂപ്പറായിട്ടുള്ള ബിരിയാണി കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിലെ ഓള് മറക്കാതെ ഒന്ന് പ്രസ് ചെയ്തേക്കണം. ആ ഓള് പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. എന്നാൽ ശരി, നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോയാലോ. നമ്മുടെ ഈ ഫിഷ് ബിരിയാണി തയ്യാറാക്കിയെടുക്കാനായിട്ട് ആദ്യം നമുക്ക് ചെറിയൊരു മസാല കൂട്ടം ചെയ്തെടുക്കണം. ഒരു ബൗളിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകം പൊടിച്ചതും കൂടി, അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചതും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ഇനി വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടിയാണ്. ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാല പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ പിന്നെ ഇതിനോടൊപ്പം വേണ്ടതാണ് 1 ടേബിൾ സ്പൂൺ അളവിൽ വിനാഗിരിയും കൂടി. അപ്പോൾ ആ വിനിഗറും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. വിനിഗറിന് പകരം നമുക്കിതിലേക്ക് നാരങ്ങ നീരും എടുക്കാവുന്നതാണ്. കൂടെ തന്നെ നമ്മുടെ ഈ മസാലക്കൂട്ടിന് ഇത്രയും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്കിനി വളരെ കുറച്ച് മാത്രം ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് ലൂസായി പോകാനും പാടില്ല, എന്ന് വെച്ചിട്ട് ഒരുപാട് കട്ടിയാകാനും പാടില്ല. നമ്മുടെ ഈ മസാലക്കൂട്ട് റെഡി ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് മീൻ കഷ്ണങ്ങൾ വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് നെയ്മീനാണ്. എപ്പോഴും നമ്മൾ ഫിഷ് ബിരിയാണി തയ്യാറാക്കുമ്പോഴത്തേക്ക് നെയ്മീൻ തയ്യാറാക്കുന്നതാണ് കേട്ടോ കൂടുതൽ രുചികരമായിട്ടുള്ളത്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ അധികം മുള്ളില്ലാത്ത കുറച്ച് വലിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ആ ഒരു മീനുകളിലൊക്കെ നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. ഇതിൽ നിന്നും ഒരു പീസ് മീൻ ഞാനിപ്പോൾ മാറ്റി വെച്ചിരിക്കുകയാണ്. ആ മീൻ ചെറിയ കഷ്ണങ്ങളായിട്ട് ഒന്ന് അരിഞ്ഞിട്ട് നമ്മുടെ മസാലക്കൂട്ടിലേക്ക് ചേർക്കേണ്ടതായിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു 400 ഗ്രാം അളവിലാണ് ഇതിലേക്ക് മീൻ കഷ്ണങ്ങൾ എടുത്തിട്ടുള്ളത്. ഇനി ഈ മസാല കംപ്ലീറ്റ് ആയിട്ട് ഈ മീനിലേക്ക് ഒന്ന് തേച്ച് പിടിപ്പിക്കാം. മീനിലേക്ക് നന്നായിട്ട് തന്നെ മസാലക്കൂട്ടെല്ലാം ഒന്ന് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതൊരു കുറഞ്ഞതൊരു 15 മിനിറ്റെങ്കിലും നമ്മൾ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അത്രയും സമയം കൊണ്ട് തന്നെ ഈ മസാലക്കൂട്ടെല്ലാം മീനിലേക്ക് നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും. സമയമുണ്ടെങ്കിൽ 30 മിനിറ്റിൽ കൂടുതൽ നമുക്ക് ഫ്രിഡ്ജിൽ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതിന് ശേഷം പിന്നീട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു 15 മിനിറ്റിന് ശേഷം ഒരു കടായിലേക്ക് കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കാം. അതായത് നമ്മുടെ ഈ മീൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനും ആവശ്യമായിട്ടുള്ള എണ്ണ മാത്രം മതിയാവും. അപ്പോൾ വെളിച്ചെണ്ണയാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. എപ്പോഴും നമ്മൾ ഫിഷ് ബിരിയാണി തയ്യാറാക്കുമ്പോഴത്തേക്കും വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുന്നതാണ് കേട്ടോ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ളത്. എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയം ഇതിലേക്ക് നമുക്ക് മീൻ കഷ്ണങ്ങൾ വെച്ച് കൊടുക്കാം. അതായത് ഇതേ കടായിലേക്ക് തന്നെ ബാക്കി മസാലക്കൂട്ടെല്ലാം തയ്യാറാക്കി എടുക്കുന്നതിൻ്റെ പേരിലാണ് അത്യാവശ്യം അകലമുള്ള ഒരു കടായി തന്നെ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഒരു സൈഡ് ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാവുന്നതാണ്. ഇതുപോലെ 2-3 പ്രാവശ്യം തിരിച്ച് മറിച്ചിട്ട് കൊടുത്തിട്ട് വേണം നമ്മുടെ മീൻ കഷ്ണങ്ങൾ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. കാരണം മീനൊക്കെ നന്നായിട്ട് മുങ്ങുന്ന രീതിയിലല്ല നമ്മളിതിലേക്ക് എണ്ണ ഒഴിച്ചിട്ടുള്ളത്. അതിൻ്റെ പേരിൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തിരിച്ച് മറിച്ചിട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഇതൊന്ന് മുരിച്ചെടുക്കാം. നമുക്ക് നന്നായിട്ട് 2 സൈഡും ഒന്ന് മുരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് എടുക്കാവുന്നതാണ്. ഒരുപാട് ഹാർഡായിട്ട് നമ്മളിത് മുരിക്കേണ്ട ആവശ്യമില്ല. സാധാരണ നമ്മൾ ഫിഷൊക്കെ ഫ്രൈ ചെയ്തില്ലേ അതുപോലെ ചെറിയ രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. മീൻ പൊരിച്ചെടുത്ത അതേ എണ്ണയിലേക്ക് തന്നെ ഇനി നമ്മുടെ മസാല ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 2 സവാളയാണ്. മീഡിയം വലിപ്പത്തിൽ 2 സവാള ഇതുപോലെ ഒന്ന് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കാം. സവാള ചേർത്ത് കൊടുത്ത ശേഷം നല്ല രീതിയിൽ തന്നെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ മീൻ പൊരിച്ചെടുക്കാനായിട്ട് അധികം എണ്ണ എങ്ങാനും ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ആ അധികമായിട്ടുള്ള എണ്ണ ഒന്ന് മാറ്റിയിട്ട് നമ്മുടെ ഈ സവാള വഴറ്റാനും ആവശ്യമായിട്ടുള്ള എണ്ണ മാത്രമേ ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി പാടുള്ളൂ. ഇപ്പോൾ പകുതിയോളം അളവിൽ നമ്മുടെ ഈ സവാള എല്ലാം ഒന്ന് വഴണ്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയം ആകുമ്പോഴത്തേക്കും പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഇതുപോലെ ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ആ പച്ചമുളക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർക്കുകയാണ്. ഇത് രണ്ടും ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് ഇതെല്ലാം കൂടി നമുക്കൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ആ ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു പച്ചമണം മാറുന്നവരെ മാത്രം ഒന്ന് വഴറ്റി കൊടുത്താൽ മതിയാവും.
30 സെക്കൻഡ് ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സമയം ആകുമ്പോഴത്തേക്കും ഇതിലേക്ക് പിന്നെ ഇനി നമുക്ക് വേണ്ടതാണ് മീഡിയം സൈസ് തക്കാളിയിൽ ഒരു 2 തക്കാളി ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. വലിയ തക്കാളിയാണെന്നുണ്ടെങ്കിൽ ഒരു 1.5 തക്കാളി മതിയാവും. ആ തക്കാളി ഇതിലേക്ക് ചേർക്കാം. തക്കാളിയും ചേർത്ത് കൊടുത്ത ശേഷം നല്ല രീതിയിൽ തന്നെ വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കുകയാണ്. തക്കാളിയെല്ലാം നന്നായിട്ടൊന്നെ ഒന്ന് വെന്തുടഞ്ഞ് കിട്ടട്ടെ. ഇപ്പോൾ നമ്മുടെ ഈ തക്കാളിയെല്ലാം നന്നായിട്ട് ഇതിനെ ഒന്ന് വെന്ത് കുഴഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് വെന്തുടഞ്ഞ് കിട്ടുന്ന ഈ ഒരു സമയം ആകുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്കിനി ആവശ്യമായിട്ടുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ച് ചേർക്കുകയാണ്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എടുക്കുന്ന മസാലകളെല്ലാം നമ്മൾ 1/2 കിലോ ചോറിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതിൽ കൂടുതൽ നമ്മൾ ചോറ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ബാക്കിയുള്ള മസാലകളുടെ അളവും മീനിൻ്റെ അളവൊക്കെ ഒന്ന് കൂട്ടിയേക്കണം. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടി. അതുപോലെ പിന്നെ നമുക്ക് വേണ്ടതാണ് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ബിരിയാണി മസാലയും കൂടി. അപ്പോൾ ഈ ബിരിയാണി മസാല വീട്ടിൽ തയ്യാറാക്കുന്ന റെസിപ്പി മുമ്പ് ഞാൻ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു മസാലപ്പൊടിയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതുവരെ അത് ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയേക്കണം. ഇനിയിപ്പോൾ അതൊക്കെ പൊടിച്ച് റെഡിയാക്കി എടുക്കാൻ ഒരുപാട് സമയം എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെഡിമെയ്ഡായിട്ട് ബിരിയാണി മസാല ഉണ്ടെങ്കിൽ അത് തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്താലും മതിയാവും. കൂടെ തന്നെ അതുപോലെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാല പൊടിച്ചതും കൂടി. ഈ ഗരം മസാല പൊടിച്ചതിൻ്റെ റെസിപ്പി മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം കേട്ടോ. മസാല കൂട്ടുകളും ചേർത്ത് കൊടുത്ത ശേഷം നല്ല രീതിയിൽ തന്നെ ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുക്കാം. മസാലയുടെയൊക്കെ ആ ഒരു പച്ച മണം മാറുന്നവരെ മാത്രം ഒന്ന് വഴറ്റി കൊടുത്താൽ മതിയാവും. മസാല എല്ലാം ഇതുപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഒരു 1/2 കപ്പ് അളവിൽ വെള്ളം കൂടി. വെള്ളവും ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുത്ത് ഇതൊന്ന് തിളച്ച് വരട്ടെ. ഇതുപോലെ നമ്മുടെ ഗ്രേവി എല്ലാം ഒന്ന് തിളച്ച് വരുന്ന സമയമാകുമ്പോഴത്തേക്കും പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് മീൻ കഷ്ണങ്ങളാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നില്ലേ കുറച്ച് മീനൊന്ന് മാറ്റിയെടുത്ത് ചെറിയ ചെറിയ പീസാക്കിയിട്ടൊന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ടെന്ന്. ആ മീൻ കഷ്ണങ്ങളാണ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. നമ്മൾ ഈ മീൻ കഷ്ണങ്ങൾ ഇതിൽ ചേർക്കുമ്പോഴത്തേക്കും ആ മീനിൻ്റെ നല്ലൊരു ഫ്ലേവർ നമ്മുടെ ഈ ഗ്രേവിക്ക് ഉണ്ടാവും. നമ്മൾ ഫിഷ് ബിരിയാണിയല്ലേ തയ്യാറാക്കുന്നത്. അപ്പോൾ ആ ഫിഷിൻ്റെ ആ നല്ല തനതായിട്ടുള്ള ആ ഒരു കറക്റ്റ് ടേസ്റ്റും ഫ്ലേവറും എല്ലാം നമ്മുടെ ഗ്രേവിയിൽ ഇറങ്ങിയിട്ടുണ്ടാവണ്ടേ. അതിൻ്റെ പേരിലാണ് ഒരല്പം മീൻ ഈ ഗ്രേവിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുന്നത്. മീൻ വേകാനും ആവശ്യമായിട്ടുള്ള വെള്ളമാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. ഇതിനുള്ളിൽ കിടന്നിട്ട് മീൻ പൊടിഞ്ഞു പോയി എന്ന് വെച്ചിട്ട് പ്രശ്നമൊന്നും ആക്കണ്ട. അതുപോലെ തന്നെ തീരെ വലിയ പീസാക്കിയിട്ട് ഇടണ്ട, ചെറിയ പീസാക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതിയാവും. ഇപ്പോൾ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത ആ വെള്ളം എല്ലാം വറ്റിയിട്ട് നമ്മുടെ മീനെല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ മീൻ വേകാനും മാത്രം ആവശ്യമായിട്ടുള്ള വെള്ളം മാത്രം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ നല്ലതുപോലെ മീനെല്ലാം ഒന്ന് വെന്ത് കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതാണ് ഒരു 1/4 കപ്പ് അളവിൽ തൈര് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടി, അതുപോലെ തന്നെ ഒരല്പം പുതിന ഇലയും കൂടി. നമ്മുടെ ഈ ഗ്രേവിക്കും ആവശ്യമായിട്ടുള്ള ഉപ്പ് നമ്മൾ ഇതുവരെയും ചേർത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് കൊടുത്ത ശേഷം നല്ല രീതിയിൽ തന്നെ ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുകയാണ്. നന്നായിട്ട് തന്നെ ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇതുപോലെ തൈരെല്ലാം ചേർത്ത് കൊടുത്ത് ഒന്ന് യോജിപ്പിച്ച് കൊടുത്ത് ആ തൈരിൻ്റെ ആ ഒരു വെള്ളമെല്ലാം വറ്റിയിട്ട് നമ്മുടെ മസാലക്കൂട്ട് ഈ ഒരു രീതിക്ക് കിട്ടണം. അപ്പോൾ ഈ ഒരു സമയം ആകുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ പൊരിച്ച് മാറ്റി വെച്ചിരുന്നില്ലേ നമ്മുടെ മീൻ കഷ്ണങ്ങൾ, അത് ഇതിലേക്കൊന്ന് വെക്കാവുന്നതാണ്. ഇനി നമുക്കിതിന് മുകളിലേക്ക് ഒരല്പം മാത്രം മസാല ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. ഒരുപാട് മസാലയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതുപോലെ ചെറിയ രീതിയിൽ ഞാൻ ഇതിന് മുകളിലേക്ക് ഒരല്പം മസാല ഒന്ന് ആക്കി കൊടുക്കുകയാണ്. ഈ ഒരു രീതിക്ക് ചെറുതായിട്ടൊന്ന് മസാലയൊക്കെ ഒന്ന് കോട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് വേണ്ടതാണ് ഒരു നാരങ്ങയുടെ ജ്യൂസ് ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. പിന്നീട് ഇളക്കി കൊടുക്കുക ഒന്നും വേണ്ട. അപ്പോൾ ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതൊന്ന് അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ചെറുതായിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഒരേ 1 മിനിറ്റ് മാത്രം ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതിയാവും. ഇതിപ്പോൾ തിളയ്ക്കാൻ തുടങ്ങിയിട്ട് 1 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒരുപാട് സമയം വെക്കണ്ട. അപ്പോൾ 1 മിനിറ്റ് കൊണ്ട് ഈ ഒരു അളവിലാണ് നമ്മുടെ മീനും മസാലകളൊക്കെ ഉള്ളത്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതിങ്ങനെ ഇരിക്കട്ടെ. ഇങ്ങനെ ഇരുന്ന് ആ മസാല എല്ലാം നമ്മുടെ മീൻ കഷ്ണങ്ങളിലേക്കും മീനിൻ്റെ ടേസ്റ്റ് എല്ലാം മസാലയ്ക്കും പിടിച്ചിട്ടുണ്ടാവും. ആ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ചോറൊന്ന് റെഡിയാക്കി എടുക്കാം.
അരി ഒന്ന് വേവിച്ചെടുക്കാനും ആവശ്യമായിട്ടുള്ള വെള്ളം ഞാനിപ്പോൾ ഒന്ന് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 5 ലിറ്ററോളം വെള്ളമാണ് ഞാനിപ്പോൾ തിളപ്പിക്കാൻ വെച്ചിട്ടുള്ളത്. ഇത് നന്നായിട്ടൊന്ന് ചൂടായി വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഒരു 4 ഗ്രാമ്പു, 2 ഏലക്ക, ചെറിയ പീസിലെ 2 പീസ് അളവിലെ കറുവാപ്പട്ടയും ഒരു തക്കോലവും അത് നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഇതുപോലെ 1 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകം കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. മുഴുവൻ പെരിഞ്ജീരകമാണ്. പെരിഞ്ജീരകം പൊടിയൊന്നും ചേർക്കരുത്, പെരിഞ്ജീരകം തന്നെ ചേർത്തേക്കണം. ഇത് ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടിയാണ്. അതായത് നമ്മൾ ഇതുപോലെ ബിരിയാണിയൊക്കെ വെള്ളത്തിൽ തിളപ്പിച്ചിട്ട് ഇങ്ങനെ ചോറ് വേവിക്കുന്ന സമയത്ത് 1 ടേബിൾ സ്പൂൺ അളവിൽ, അതായത് നമ്മുടെ അരിക്കനുസരിച്ചിട്ടുള്ള പഞ്ചസാര നമ്മൾ ഈ വെള്ളത്തിലേക്ക് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മുടെ ബിരിയാണിക്ക്. അത് ഈ ബിരിയാണി എന്നല്ല, ഏത് ബിരിയാണിക്ക് നിങ്ങളതൊരു ടിപ്പായിട്ട് വെച്ചേക്കൂ. വളരെ രുചികരമായിട്ട് നമ്മുടെ ചോറ് കഴിക്കാനായിട്ടുണ്ടാകും കേട്ടോ. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യും കൂടി നമുക്കിതിലേക്കൊന്ന് ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അരിയും കൂടിയാണ്. അപ്പോൾ ഞാനിപ്പോൾ 1/2 കിലോ അളവിലാണ് അരി എടുത്തിട്ടുള്ളത്, 500 ഗ്രാം അളവിൽ അരി. അത് നന്നായിട്ടൊന്ന് കഴുകി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്, പകരം നമുക്ക് ജീരകശാല റൈസ് എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ കൈമ റൈസും എടുക്കാവുന്നതാണ്. ഇനി നമ്മുടെ ഈ ചോറിന് ഇത്രയും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അതായത് നമ്മൾ ഈ വെള്ളം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് കുറച്ച് വെള്ളത്തിന് ഉപ്പ് കൂടുതലായിട്ടുണ്ടാവണം. അതാണ് ആ ഉപ്പിൻ്റെ ആ ഒരു കറക്റ്റ് ആ ഒരു പരുവം എന്ന് പറയുന്നത് കേട്ടോ, നമ്മുടെ ചോറൊക്കെ വേവിച്ചെടുക്കുന്ന സമയത്ത്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഫ്ലെയിം ഹൈയിൽ തന്നെ വെച്ച് കൊടുക്കാവുന്നതാണ്. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നോക്കിയേക്കണം. കുറഞ്ഞതൊരു 10-12 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മുടെ ചോറ് നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടിക്കോളും. അതിൻ്റെ പേരിൽ പല റൈസും പല വേഗമാണ്. ചിലപ്പോൾ ചിലത് നേരത്തെ ഒന്ന് വെന്ത് കിട്ടും, അല്ലെങ്കിൽ കുറച്ച് സമയം കൂടി ചിലത് എടുക്കും. അപ്പോൾ അതിൻ്റെ പേരിൽ ഇതിങ്ങനെ ഇട്ടിട്ട് ഒരിടത്തേക്കും പൊയ്ക്കളയരുത്. തിളച്ച് കഴിഞ്ഞാൽ, വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ അടുത്ത് നിന്ന് തന്നെ നമ്മളതൊന്ന് വേവിച്ചെടുത്തേക്കണം. ഇതിപ്പോൾ തിളയ്ക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് സമയമായിട്ടുണ്ട്. അത്രയും സമയം കൊണ്ട് തന്നെ നമ്മുടെ ഈ ചോറെല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. അതായത് ഇത് 100% വെന്ത് കിട്ടിയിട്ടില്ല, ഒരു 90% മാത്രമേ ഇത് വെന്ത് കിട്ടിയിട്ടുള്ളൂ. 100% നമ്മൾ വേവിച്ചെടുക്കാൻ വേണ്ടി നിൽക്കരുത്. അങ്ങനെ വേവിച്ചെടുക്കുമ്പോഴത്തേക്കും ആ ചൂടും പിന്നീട് നമ്മളിരിക്കുന്ന ദമ്മിലൊക്കെ ഇടുന്ന സമയം കൊണ്ട് വീണ്ടും വെന്ത് കുഴഞ്ഞു പോകും. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. നമ്മളിപ്പോൾ ഇതൊന്ന് കയ്യിൽ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്യുന്ന സമയത്ത് ഒരല്പം ഹാർഡ്നെസ് ഉണ്ടാവും. ആ ഒരു സമയം തന്നെ നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി ഇതിലെ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് വാർന്ന് വെക്കാം നമുക്ക്. ഇപ്പോൾ നമ്മുടെ ആ ചോറിലുണ്ടായിരുന്ന കംപ്ലീറ്റ് വെള്ളവും ഞാൻ മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒരു ഹോളിൽ ഒരു പാത്രത്തിലേക്ക് ആ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് വാർന്നു പോകാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ചൂടോടുകൂടി ഇതൊന്ന് ദമ്മിലേക്ക് മാറ്റാം. നമ്മളത് ആ മാറ്റി വെച്ചിരുന്ന നമ്മുടെ ഗ്രേവി എല്ലാം ആ ചോറൊന്ന് വേകുന്ന സമയം കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഫ്ലെയിം വീണ്ടും ഒന്ന് ഓണാക്കിയിട്ടുണ്ട്. എന്നിട്ട് കുറഞ്ഞ ഫ്ലെയിമിലാണ് ഇട്ടിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ഇതിന് മുകളിലേക്ക് ഒന്ന് നെയ്യ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഇതിന് മുകളിലേക്ക് ഒരല്പം മല്ലിയിലയും പുതിനയിലയും കൂടി, അതുപോലെ തന്നെ വെളിച്ചെണ്ണയിൽ വറുത്തെടുത്ത കുറച്ച് സവാളയും കൂടി ഇതിലേക്കൊന്ന് ചേർക്കുകയാണ്. ഇനി ഇതിന് മുകളിലേക്ക് നമ്മളിത് വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ഈ ചോറ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ആ ചൂടോടുകൂടി ഒന്ന് ചേർത്ത് കൊടുത്തേക്കണം. ചോറെല്ലാം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി ഇതിന് മുകളിലേക്ക് നമ്മൾ നേരത്തെ ചേർത്തതുപോലെ തന്നെ വെളിച്ചെണ്ണയിൽ വറുത്തെടുത്ത സവാള ഇതിന് മുകളിലേക്ക് ചേർക്കാം. കൂടെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത കുറച്ച് ക്യാരറ്റും കൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരല്പം മല്ലിയിലയും പുതിനയിലയും കൂടി. ഇനി ഇതിന് മുകളിലായിട്ട് ഒരല്പം നെയ്യും കൂടി നമുക്ക് ഇതിലേക്കൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഇനി ഇതിന് മുകളിലായിട്ട് 1 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ഒരല്പം വെള്ളവും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് അത് ഇതിന് മുകളിലേക്ക് ചെറുതായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. അപ്പോൾ ലൈറ്റായിട്ടുള്ള യെല്ലോയിഷ് കളർ കിട്ടും. അതിന് വേണ്ടിയിട്ട് മാത്രമാണ്. കുറച്ച് മാത്രം നമുക്കിതുപോലെ ഒന്ന് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി നമുക്കിതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ വന്നിട്ട് ഇതുപോലെ ഒരു അലുമിനിയം ഫോയിലാണ് ഇതിൻ്റെ മുകളിലേക്ക് കവർ ചെയ്യാൻ വേണ്ടി വെക്കുന്നത്. അതിനുശേഷം ആ പാത്രത്തിൻ്റെ തന്നെ ഒരു അടപ്പ് വെച്ച് തന്നെ അടച്ച് വെക്കുകയാണ്. ഇതിന് പകരം നമുക്ക് വേറെ ഏതെങ്കിലും രീതിയിൽ ദം ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ദം ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിൽ, നന്നായിട്ട് കുറഞ്ഞ ഫ്ലെയിം പറയണം. അതായത് ചില സ്റ്റൗവിലെല്ലാം കുറഞ്ഞ ഫ്ലെയിം വെക്കുമ്പോഴും ഇച്ചിരി ഫ്ലെയിം കൂടുതലായിട്ട് വരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിന് മുകളിലേക്ക്, അതായത് സ്റ്റൗവിൻ്റെ മുകളിലേക്ക് ചെറിയൊരു ദോശക്കല്ല് എന്തെങ്കിലും, ദോശത്തവ എന്തെങ്കിലും ഇട്ടിട്ട് അതിന് മുകളിലേക്ക് വേണം ഈ പാത്രം വെക്കാനായിട്ട്. ഇതിപ്പോൾ ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമാണ് ഈ സ്റ്റൗവിൽ വരുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ പേരിൽ അങ്ങനെ ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് ഞാൻ വെക്കുകയാണ്. ആ 5 മിനിറ്റിന് ശേഷം ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്യാം. എന്നാൽ ശരി, കുറച്ച് സമയം ഇതിങ്ങനെ ഇരിക്കട്ടെ ഒന്ന്.
ദാ ഇതിപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട് ഇങ്ങനെ ഒന്ന് ലോ ഫ്ലെയിമിൽ ദമ്മിലിരിക്കാൻ തുടങ്ങിയിട്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. അതിന് ശേഷം മാത്രമേ നമുക്കൊന്ന് തുറന്ന് നോക്കാം. ദാ ഇപ്പോൾ ഒരു 10 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറക്കാവുന്നതാണ്. വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ ബിരിയാണി ഇപ്പോൾ സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നേരത്തെ ചോറ് ചെറുതായിട്ട് വേവ് കുറവുണ്ടായിരുന്നല്ലോ, അതൊക്കെ ഇപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ആ മഞ്ഞ കളറൊക്കെ ലൈറ്റായിട്ട് ഇതുപോലെ ഇങ്ങനെ ഉണ്ട്. ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഫസ്റ്റ് ലെയർ ഒന്ന് ലൈറ്റായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഈ ചോറ് മാത്രം നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റാം കേട്ടോ. അതായത് ഇതിങ്ങനെ വെച്ചിട്ട് തന്നെ ഇതിനുള്ളിലേക്ക് ഇട്ട് നമ്മൾ മീനൊന്നും എടുക്കാൻ വേണ്ടി നിൽക്കരുത്, എങ്കിൽ പിന്നെ മീനൊക്കെ പൊടിഞ്ഞു പോകും. അതിൻ്റെ പേരിൽ ആദ്യം നമുക്ക് ചോറ് കംപ്ലീറ്റ് ആയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം മാത്രം ഒന്ന് സെർവ് ചെയ്യാവുന്നതാണ്. ദാ ഇതുപോലെ നമ്മുടെ ഗ്രേവിയും മീനും അതുപോലെ തന്നെ ആ ചോറെല്ലാം ഞാനൊന്ന് സെപ്പറേറ്റ് ആക്കി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സെർവ് ചെയ്യണം. എങ്ങനെയാണെന്ന് വെച്ചാൽ മീനിനോട് ചേർന്നിട്ടുള്ള കുറച്ച് ഗ്രേവിയും ഒരു പ്ലേറ്റിലേക്കൊന്ന് എടുക്കാം. ആവശ്യമായിട്ടുള്ള ഒരു പ്ലേറ്റിലേക്കൊന്ന് എടുത്തു കഴിഞ്ഞാൽ ഇതിന് മുകളിലേക്ക് നമുക്ക് ചോറ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ആവശ്യത്തിനുള്ള ചോറും ചേർത്ത് കൊടുത്തിട്ട് ഇനി മുകളിലേക്ക് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ കുറച്ച് മുരിഞ്ഞ സവാളയും അതുപോലെ തന്നെ ഒരല്പം ക്യാരറ്റ്, കുറച്ച് പുതിനയില മല്ലിയില ഒന്ന് ചേർത്ത് കൊടുത്ത് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് ബിരിയാണി ഇവിടെ സെർവ് ചെയ്യാൻ പാകത്തിന് റെഡി ആയിട്ടുണ്ട് കേട്ടോ. എത്ര സിമ്പിളായിട്ടാണല്ലേ നമ്മുടെ ഈ ഫിഷ് ബിരിയാണി തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ബിരിയാണി തയ്യാറാക്കുമ്പോൾ, അതായത് ഫിഷ് ബിരിയാണി തയ്യാറാക്കുമ്പോൾ ഏറ്റവും ടേസ്റ്റ് നെയ്മീനിൽ തയ്യാറാക്കുമ്പോഴാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പാരമീനുണ്ടല്ലോ, അതായത് പീസായിട്ടുള്ള മീനുകൾ, നമുക്ക് ഇഷ്ടമുള്ള ഫേവറേറ്റ് ആയിട്ടുള്ള മീനിലൊക്കെ എടുക്കാം. ചെറിയ മീനിലൊന്നും തയ്യാറാക്കരുത് കേട്ടോ. ഏറ്റവും കൂടുതൽ രുചികരം നമ്മൾ ഈ ചൂരമീനിൽ തയ്യാറാക്കാം, അതുപോലെ തന്നെ ഈ പാരമീനിൽ തയ്യാറാക്കാം, നെയ്മീനിൽ തയ്യാറാക്കാം. നെയ്മീനാണ് ഏറ്റവും ബെസ്റ്റ് കേട്ടോ. അപ്പോൾ ഉറപ്പായിട്ട് ബിരിയാണി ഇതുപോലൊരു ഫിഷ് ബിരിയാണി തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിച്ചേക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്ക് തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് നാളെ 2 മണിക്ക് കാണാം. അപ്പോൾ അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.